ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നമ്മളൊരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ അതിൻ്റെ അതിൻ്റെ ബ്ലഡും ഇതൊക്കെ പോയി കിട്ടാനുള്ള ടിപ്പാട്ടോ. കുറച്ച് മൈദയോ അരിപ്പൊടിയോ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് വാഷ് ചെയ്താൽ വേഗം അത് ക്ലീനായി കിട്ടും. അതിമത്തെ ആ ബ്ലഡിൻ്റെ ക്ലോട്ട്സൊക്കെ വേഗം പോയി കിട്ടും കേട്ടോ. ചിക്കൻ നല്ല നീറ്റായി കിട്ടും. അപ്പോൾ നമുക്കങ്ങനെ ചിക്കൻ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. ചിക്കൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ചെറിയൊരു ഹാർട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. കുറേ കൂട്ടുകാർ വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അറിയണവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചിക്കൻ നന്നായി വാഷ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ചിക്കൻ കറിയാണ് കേട്ടോ. പെട്ടെന്ന് അർജൻറ്റിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. നമ്മൾ ആ ചിക്കൻ നന്നായി വാഷ് ചെയ്തെടുത്തു. ഇനി ഒരു 3 സവാള, ചെറിയ സവാള കൊണ്ട് 3 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ജിഞ്ചറും ഗാർലിക്കും കേട്ടോ. അതൊന്ന് പേസ്റ്റാക്കി എടുക്കും വേണം. ഓണിയനൊന്ന് അരിഞ്ഞെടുക്കും വേണം ചെറുതായിട്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഒരു ടൊമാറ്റോ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മളൊരു ടിപ്പാണ്, കറി ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് ഈ മസാലയൊക്കെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്താൽ കറി നല്ല കൊഴുപ്പുണ്ടാവും. അപ്പോൾ ചിക്കൻ മസാലയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂട്ടിയിട്ട് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു കൊഴുപ്പ് കിട്ടും കറിക്ക്. പിന്നെ ഓണിയനും ചോപ്പ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ചോപ്പറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓണിയനൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഈ ചോപ്പറിൽ നമുക്ക് നന്നായി ചെറുതാക്കി പൊടിയാക്കി അരിഞ്ഞെടുക്കാം. അപ്പോൾ വേഗം മൂത്തും കിട്ടും കറി. നമുക്കധികം സമയം വേസ്റ്റ് ആവില്ല. അപ്പോൾ അത് ഓണിയൻ അരിഞ്ഞെടുത്തു. ഒരു പാൻ വെച്ചിട്ട് നമുക്ക് അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കാം കേട്ടോ. ചൂടായി നോക്കിയിട്ട് കോക്കനട്ട് ഓയിലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അതിൽ കുറച്ച് ഉലുവയും ജീരകവും ഇട്ടൊന്ന് പൊട്ടിച്ച് കൊടുക്കാം. വളരെ ഈസിയാണ് കേട്ടോ നമ്മളെ ഈ ചിക്കൻ കറി. ഒരു കുഞ്ഞ് കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലോട്ട് ഓണിയൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഓണിയൻ ഇട്ട് കൊടുത്തൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഒരുപാട് സമയമൊന്നും കൊടുക്കില്ല, പെട്ടെന്ന് ആവട്ടോ. നല്ല കൊഴുപ്പുള്ള കറി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് നമ്മളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒന്ന് വാടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ കല്ലുപ്പാണ് ഇവിടെ യൂസ് ചെയ്യണത്. കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതും കൂടിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നന്നായി മൂത്ത് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച മസാല ഒന്ന് ഇട്ട് കൊടുത്തിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇതിങ്ങനെ അരക്കണം എന്തിനാ വെച്ചാൽ കറിക്കൊരു കൊഴുപ്പ് കിട്ടും. നല്ലൊരു തിക്കായിട്ട്, നമ്മൾ ഈ വെള്ളം പോലെ അല്ലാതെ തിക്കായിട്ടുണ്ടാവും കറി. അതിന് വേണ്ടിയിട്ടാണ്. ഇതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് നന്നായിട്ടൊന്ന് കേട്ടോ. മസാല ഒന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് അതിലായിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി ചോപ്പ് ചെയ്താണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്, ചെറിയൊരു തക്കാളി കേട്ടോ. ഒന്ന് മൂക്കാൻ വേണ്ടി ഒന്ന് മൂടി വെച്ചു. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലായിട്ട് നമുക്ക് ഡയറക്റ്റ് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് വെള്ളം ഒഴിക്കുന്നില്ല. ഫസ്റ്റ് നമ്മൾ ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ചിക്കനിൽ മസാല ഒന്ന് പിടിക്കുമ്പോഴാണ് ഞാൻ അതിൽ വെള്ളം ഒഴിക്കുക കേട്ടോ. അപ്പോഴാണ് ആ കറിക്കൊരു കൊഴുപ്പുണ്ടാവുക. അല്ലെങ്കിൽ ഒരു കറി ഒരു വെള്ളം പോലെ ഇങ്ങനെ ഒഴുകിയ വെള്ളം പോലെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചിക്കൻ ഇട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മസാലയിൽ പിടിച്ചതിന് ശേഷം കുറച്ച് ഒരു അരക്കപ്പ് ചൂടുവെള്ളം കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നന്നായി ഇളക്കിയിട്ടൊന്ന് മൂടി വെക്കാം. 2 മിനിറ്റ് മൂടി വെക്കാം. മസാല ഒന്ന് പിടിക്കട്ടെ. കാരണം മസാല ഒന്ന് പിടിച്ചൊന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് കുറച്ച് ചൂടുവെള്ളം, മിക്സി കഴുകിയിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഒഴിക്കുള്ളൂ, അധികം ഗ്രേവി ആക്കുന്നില്ല. ആ ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. ഒന്ന് തിളച്ച് വരട്ടെ. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കോൾഡാണ് കേട്ടോ, അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ. അപ്പോൾ നമ്മൾ ചിക്കൻ കറി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് 15 മിനിറ്റിനുള്ളിൽ ഒന്ന് റെഡിയാവും. അത് തിളച്ചൊന്ന് കുറുകി വരിക. ഗ്രേവി അധികം വേണമെങ്കിൽ കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. എനിക്ക് ഗ്രേവി വേണ്ട. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ.